നിങ്ങളുടെ എനർജി ഇതിലേക്ക് കേന്ദ്രീകരിക്കുന്നതിനും ഇതിലെ പോസിറ്റീവ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാകുന്നതിന് വേണ്ടിയും നിങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥനയോടുകൂടി ഈ വൈബ്രേഷൻ സ്വീകരിക്കുക. ഹായ്, ഹലോ, മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നു. ശാന്തി സമാധാനം നിങ്ങൾ ഓരോരുത്തരിലേക്കും നൽകിയതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് ആണ് ആദ്യം നോക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നതായിട്ടുള്ള വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണ്? കറണ്ട് ഫീലിങ്സ് പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണ്? എൻ്റെ വ്യൂസിനെ പ്രതി, എൻ്റെ വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് ഫീലിങ്സിൽ കൂടിയാണ് കടന്നു പോകുന്നത്? ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 12, 3, 14, 5, 1. എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് വാണ്ട് വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾക്ക് ജസ്റ്റിസ് തരണമെന്നും കിങ് ഓഫ് കപ്പിൻ്റെ എനർജി. ഏത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നിരുന്നാലും നിങ്ങളെ വിട്ടുകളയാൻ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഇന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ഗ്രോത്ത് വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. ഏസ് ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ് വന്നിരിക്കുന്നത്. കിങ് ഓഫ് സോഡിൻ്റെ എനർജി. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ചില പ്രതികൂല സാഹചര്യങ്ങൾ കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റക്കായി പോയതായി കാണുന്നു. ചില വ്യക്തികളുടെ ഫെമിനൈൻ മസ്കുലൈൻ എനർജിയുടെ ചില ഇടപെടൽ കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റക്കായി പോയി, മുന്നോട്ട് പോകാത്ത വണ്ണം സ്റ്റക്കായി പോയ ഒരു എനർജി കൂടി കാണുന്നുണ്ട്. വീണ്ടും വന്നിട്ടുണ്ട് ക്യൂൻ ഓഫ് വാണ്ട്. ഓക്കെ, കിങ് ഓഫ് വാണ്ടും ക്യൂൻ ഓഫ് വാണ്ടും വന്നിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഈഗോ ഉണ്ടായിരിക്കാം, വഴക്കുണ്ടായിട്ടുണ്ടായിരിക്കാം. ആ ഒരു എനർജി കൂടി ഇവിടെ കാണുന്നുണ്ട്. വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ലാത്ത വണ്ണം രണ്ടുപേരും ഒരു എനർജി കൂടി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇത് ഫൂളിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? ഒരു പക്ഷേ നിങ്ങളുടെ ഫാമിലിയിലുള്ള അച്ഛനോ അമ്മയോ ഫെമിനൈൻ മസ്കുലൈൻ ആരെങ്കിലും ഒരു വ്യക്തി നല്ല രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടി ആയിരിക്കാം, തേർഡ് പാർട്ടി ആയിരിക്കാം, നല്ല രീതിയിൽ നിങ്ങളിലേക്ക് കടന്നു വരാത്ത വണ്ണം സ്റ്റക്ക് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ പേഴ്സണെ ഒരുപാട് മാനസികമായിട്ടും വാക്കുകൾക്ക്, തേർഡ് പാർട്ടിയുടെ വാക്കുകൾക്ക് സ്റ്റക്ക് ചെയ്ത് നിർത്തിക്കൊണ്ട് നിങ്ങളുടെ തേർഡ് പാർട്ടി നിൽക്കുന്നതായി കാണുന്നു. ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത്. അവരുടെ വാക്കുകൾ, അവരുടെ മനസ്സ് നിങ്ങളിലേക്ക് എത്തിച്ചേരാതെ വണ്ണം നല്ല സ്ട്രോങ് ആയിട്ട് വെച്ചിരിക്കുന്നതായി കാണുന്നു. ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം നിങ്ങളിലേക്ക് നിങ്ങൾ തങ്ങളിലുണ്ടായ വഴക്ക് കാരണം നിങ്ങളിലേക്ക് എത്തിച്ചേരാതെ ഈ ഒരു ഈഗോ പിടിച്ചു നിൽക്കുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ആയിരിക്കാം നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഫൂളിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? ഫൂളിൻ്റെ കാർഡ് വന്നിരിക്കുന്നത് 5 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സണെ ഒരുപാട് തേർഡ് പാർട്ടി, ഇവിടെ തേർഡ് പാർട്ടി എനർജി കൂടി കാണുന്നു. 5 ഓഫ് സോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ചീറ്റിംഗ് സംഭവിച്ചിരിക്കുന്നതായി കാണുന്നു. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് തേർഡ് പാർട്ടിയുടെ വഴിയിൽ കൂടി പോയത് ശരിയായില്ല, അത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഫൂളിഷ് ആയിപ്പോയി എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഡ്ഢിത്തത്തിൽ നിന്നും മാറണമെന്നും നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നും നിങ്ങളുമായിട്ടൊരു ഗ്രോത്ത് വേണമെന്നും ചിന്തിക്കുന്നുണ്ട്. ഓക്കെ,
ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഇഷ്ടാനുസരണം ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് വേദന തന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോയ ഒരു ചിന്ത കൂടി അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നതായി കാണുന്നു. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഏസ് ഓഫ് വാണ്ട് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഏസ് ഓഫ് വാണ്ട് വന്നിരിക്കുന്നത്? കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു. കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജി സൂചിപ്പിക്കുന്നത് ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പേഴ്സൺ ചില കാര്യങ്ങൾ, ചില നെഗറ്റീവ് കാര്യങ്ങളെ ഭയന്നുകൊണ്ട് നിങ്ങളിൽ നിന്നും മാറി നിന്നിട്ടുണ്ട്. ചില വ്യക്തികൾ ഭയന്ന് മാറി നിന്നിരുന്നെങ്കിൽ അത് മാറ്റി നിങ്ങളിലേക്ക് കടന്നു വരണം, നിങ്ങൾക്ക് ജസ്റ്റിസ് തരണമെന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിനൊരു ഗ്രോത്ത് വേണമെന്നും വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സണ്ണിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. ഒരു പുതിയ ഉദയം, റിലേഷൻഷിപ്പിൽ ഒരു പുതിയ ഉദയം ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നൈറ്റ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വാച്ച് ചെയ്യുന്നതായി കാണുന്നു. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് ഒരു സാഹസികമായിട്ടുള്ള ഒരു വഴി തന്നെയാണ് നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളത്. കാരണം തേർഡ് പാർട്ടി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറഞ്ഞു പോയ വാക്കുകളെല്ലാം ഒരുപാട് പ്രശ്നങ്ങളാണ്. അതൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് സ്റ്റക്ക് ചെയ്ത് പിറകിലേട്ട് വലിക്കുന്ന ഒരു എനർജിയായിട്ട് നിൽക്കുന്നു. എങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തണമെന്നും നിങ്ങളുമായിട്ട് ഒരു 10 ഓഫ് കപ്പിൻ്റെ എനർജി വേണമെന്നും അവർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള മെസ്സേജുകളെല്ലാം നിങ്ങളുടെ പേഴ്സൺ മറ്റു ചില വ്യക്തികളിൽ നിന്നും അറിഞ്ഞെടുക്കുന്ന ഒരു എനർജി കൂടി കാണുന്നു. നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ രഹസ്യമായി തന്നെ അറിയുന്ന ഒരു എനർജി. ഓക്കെ, പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെ അഫർമേഷൻ ചെയ്യുന്നതായി കാണുന്നു. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവർക്ക് ഒരുപാട് വരുന്നതായി കാണുന്നു. ഹൈ പ്രീസ്റ്റസും മജീഷ്യനും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളൊരു മജീഷ്യനാണെന്നും നിങ്ങളൊരു ഹൈ പ്രീസ്റ്റസ് ആണെന്നും ഒക്കെ നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാകുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. കാരണം നിങ്ങളുടെ പേഴ്സൺ പല കാര്യങ്ങളും രഹസ്യമാക്കി വെച്ചിരുന്നതെല്ലാം നിങ്ങളുടെ ഡിവൈൻ പവർ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ ഇതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ മറച്ചു വെച്ച പല കാര്യങ്ങളും റിവീലായിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ അധിക ശക്തി നിങ്ങളിൽ ഉണ്ടെന്നും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നു. നിങ്ങൾ എന്താണോ അഫർമേഷൻ ചെയ്യുന്നത് അതെല്ലാം നേടിയെടുക്കുന്ന ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലുണ്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കിപ്പോൾ സാമ്പത്തികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ വന്നു ചേരുകയാണ് എന്നും ദൈവിക സാന്നിധ്യമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്നും നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാകുന്നുണ്ട്. അതൊന്നും നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയത്തില്ലെങ്കിലും അതൊക്കെ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ഉള്ളതായി കാണുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. നിങ്ങളെ വിട്ടുകളയാൻ അവർ തയ്യാറാകുന്നില്ല. ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളെ പൂർണ്ണമായി ഉപേക്ഷിച്ച് കളയുവാൻ നിങ്ങളുടെ പേഴ്സൺ തയ്യാറാകുന്നില്ല. എങ്കിൽ പോലും നിങ്ങളിലേക്ക് ശ്രദ്ധ വയ്ക്കുവാൻ ഇപ്പോൾ ചില നെഗറ്റീവ് എനർജികൾ കാരണം നിങ്ങളുടെ പേഴ്സണ് കഴിയാത്ത അവസ്ഥയാണ്. കാരണം അവരുടെ ചില നെഗറ്റീവ് ചിന്തകൾ, ചില നെഗറ്റീവ് എനർജികൾ കാരണം നിങ്ങളെ ചീറ്റ് ചെയ്ത് നിങ്ങളിൽ നിന്നും കടന്നുപോയ ഒരു എനർജി ഉള്ളത് കൊണ്ട് അവരുടെ മനസ്സിൽ ഒരുപാട് ബേർഡനാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളിലേക്ക് നോക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളെ ഫേസ് ചെയ്യുവാനുള്ള ഒരു സ്ട്രെങ്ത് നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ ഓവറോൾ എനർജിയിൽ കാണുന്നില്ല. എങ്കിൽ പോലും നിങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ എനർജി നോക്കാം. നിങ്ങളുടെ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷനും എനർജി. ഓക്കെ, പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 9783521336. ഓക്കെ, ഈ നമ്പർ നിങ്ങൾക്ക് റെസനേറ്റ് ആകുമെന്ന് നോക്കുക. ഇവിടെ നിങ്ങൾ വെയിറ്റിങ്ങിൻ്റെ എനർജിയാണ് കൂടുതലും കാണുന്നത്. നിങ്ങൾ സാമ്പത്തികത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചില ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടോ ചില വ്യക്തികളിൽ നിന്നും ചില അഭിപ്രായങ്ങൾ വരാൻ വേണ്ടിയിട്ടോ ഇവിടെ നോക്കിയാൽ കാണാം. നിങ്ങൾക്ക് വേണ്ടി എവിടെയെങ്കിലും ചില ചർച്ചകൾ നടക്കുന്നുണ്ടായിരിക്കാം. അതിൻ്റെ റിസൾട്ട് എന്താണ് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചില സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ വെയിറ്റിംഗ് ആയിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ വ്യൂസ് ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. ജഡ്ജ്മെൻറ്റ്, നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായി കാണുന്നു. ജഡ്ജ്മെൻ്റാണ് വന്നിരിക്കുന്നത്.
ഓക്കെ, നിങ്ങൾക്കൊരു റീബർത്ത് എന്തോ അവസാനിപ്പിച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജി കാണുന്നു. അതുപോലെ തന്നെ ഒരു യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായി കാണുന്നു. നിങ്ങളുടെ പഴയ ഓർമ്മകളിൽ ഉള്ള ചില വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾ ഒരിക്കലും വിട്ടുകളയാൻ ആഗ്രഹിക്കാത്ത, നിങ്ങളെ പഴയ ഓർമ്മകളിൽ നിന്നും ഒരിക്കലും നിങ്ങൾ വിട്ടുകളയാൻ ആഗ്രഹിക്കാത്തതായ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കുന്നതായിട്ടുള്ള എനർജി വന്നിരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് പാഷൻ ആയിട്ടുള്ള എന്തോ ഒരു കാര്യം, അത് നിങ്ങളുടെ പഠിത്തമാകാം, വിവാഹമാകാം, നിങ്ങളുടെ പേഴ്സൺ ആകാം, ഓക്കെ, ബിസിനസ് ആകാം. നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് വേണം, അത് അവസാനിപ്പിച്ചുകൊണ്ട് വീണ്ടും നിങ്ങൾക്കൊരു പുനർജനനം നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യത്തിന് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് 7 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? 7 ഓഫ് കപ്പ് വന്നിരിക്കുന്നത് 3 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. 7 ഓഫ് കപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടായിരുന്ന ഒരു സമയം നിങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതോടുകൂടി ആ ഒരു സന്തോഷങ്ങൾ, ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ ഒരുപാട് സന്തോഷിച്ചു. 7 ഓഫ് കപ്പിൻ്റെ എനർജിയിൽ ഒരുപാട് ഇമോഷണൽ സപ്പോർട്ടും സാമ്പത്തികവും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ സന്തോഷിച്ച് നിന്നിരുന്ന ഒരു സമയത്ത് തേർഡ് പാർട്ടി ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നതോടുകൂടി നിങ്ങൾക്ക് വിലപിടിപ്പുള്ള ചില കപ്പുകളെ നഷ്ടപ്പെട്ടതായി കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും വിലപിടിപ്പുള്ള നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം, ബിസിനസ് ആയിരിക്കാം, ജോലി ആയിരിക്കാം, നല്ലൊരു സാമ്പത്തികമായിരിക്കാം, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു എനർജിയിൽ നിൽക്കുന്നതായി കാണുന്നു. ഓക്കെ, ആ ഒരു ഓർമ്മകളിൽ കൂടി നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നു. ഓക്കെ, ചില വ്യക്തികൾ അതിൻ്റെ ഓർമ്മകളിൽ കൂടി കടന്നു പോകുന്നു, അല്ലെങ്കിൽ റീസെൻ്റ്ലി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം ഇതായിരിക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ദൂരെ നിന്നും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണോ അതിനടുത്ത് ചെല്ലാൻ പോലും കഴിയാത്ത വണ്ണം ദൂരെ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾക്കിപ്പോൾ മെഡിറ്റേഷൻ പവർ കൂടിയേ തീരൂ. കാരണം 7 ചക്ര എനർജി നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങളെന്നുള്ള വ്യക്തി ഒരുപാട് കരഞ്ഞ് നിങ്ങളിലേക്ക് ഒരുപാട് നെഗറ്റീവ് എനർജി വന്നിരിക്കുന്നത് കാരണം നിങ്ങൾക്കിതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, നിങ്ങൾ യൂണിവേഴ്സിലേക്ക് കടന്നു ചെല്ലുക, പ്രാർത്ഥിക്കുക. കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ കേൾക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ആത്മാവിനെയും നിങ്ങളുടെ സോളിനെ ശാന്തമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു വിഷമഘട്ടത്തിൽ നിന്നെല്ലാം നിങ്ങളുടെ സോളിനെ മാറ്റിക്കൊണ്ട് തന്നെ നിങ്ങൾ 7 ചക്ര ഹീലിംഗ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് നിങ്ങൾ അഫർമേഷൻ ചെയ്യുക. അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ കുറേ നാളായിട്ട് ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, പക്ഷേ അത് നിങ്ങളുടെ അടുത്ത് പോലും വരാത്ത രീതിയിൽ മാറി നിൽക്കുന്ന ഒരു എനർജി ഇപ്പോൾ കാണുന്നുണ്ട്. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം കമൻറ്റ് ചെയ്യുക. സ്ട്രെങ്തിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. ചില വ്യക്തികൾക്ക്, എല്ലാവർക്കുമല്ല, ചില വ്യക്തികൾക്ക് സ്ട്രെങ്ത് പൂർണ്ണമായും ചോർന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. കാരണം അവരെത്ര പ്രാർത്ഥിച്ചിട്ടും അവരുടെ പല കാര്യങ്ങളും യൂണിവേഴ്സിൽ എത്തുന്നില്ല. അതിന് കാരണം എന്തെന്നറിയുന്നില്ല. ഓക്കെ, വീണ്ടും 7 ഓഫ് കപ്പിൻ്റെയാണ് വന്നിരിക്കുന്നത്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഓവർ തിങ്കിങ് കാരണം നിങ്ങൾക്ക് സ്ട്രെങ്ത് ലഭിക്കുന്നില്ല. ഓവർ തിങ്കിങ്ങിൻ്റെ മേൽ ഓവർ തിങ്കിങ്, ഏതാണ് ഒന്നും അറിയാൻ വയ്യാത്തത് കൊണ്ട് നിങ്ങൾ മാനസികമായിട്ടും സ്ട്രെങ്ത് അവസാനിച്ച ഒരു എനർജിയിൽ കൂടി കടന്നു പോകുന്നു. എങ്കിലും അത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ മാനസികമായി കുറച്ച് വീക്കാണെങ്കിലും അത് വീണ്ടും നിങ്ങൾക്ക് സ്ട്രെങ്തോടുകൂടി തിരിച്ചു വരുന്നതാണ്. നിങ്ങൾ അങ്ങനെ തളർന്നു പോകുന്ന ഒരു വ്യക്തിയല്ല, നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ 3 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ 3 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? നിങ്ങളെക്കുറിച്ച് ചില ചർച്ചകൾ ചില വ്യക്തികൾ നടത്തുന്നതായി കാണുന്നു. ചില തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള വ്യക്തികൾ, തേർഡ് പാർട്ടികൾ നിങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതായി കാണുന്നു. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾക്ക് ജോലിയോ സാമ്പത്തികമോ തരുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളെക്കുറിച്ചായിരിക്കാം. ഓക്കെ, കുറേ നാളായിട്ട് നിങ്ങൾക്ക് ലഭിക്കാത്ത ചില കാര്യങ്ങൾ, ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്നുള്ള ഒരു നാട്ടു ചർച്ച, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലുള്ള ചർച്ച, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെ ഇടയിലുള്ള ചർച്ചയായിരിക്കാം. ഇവിടെ എന്തായാലും നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒരു വിഷമത്തിലാണ് എന്നും നിങ്ങൾ കുറേ നാളായിട്ട് ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നു എന്നും ഓഫർ കൊടുത്തിട്ടും നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു സങ്കടം, വിഷമത്തോടു കൂടി ചില വ്യക്തികൾ സംസാരിക്കുന്നതായി കാണുന്നു. ഓക്കെ, മറ്റു ചില വ്യക്തികൾക്ക് ചില ഓഫറുകൾ വന്നു ചേരാൻ പോകുന്നു.
ജോലി ഓഫർ ആയിരിക്കാം, ചില വ്യക്തികൾക്ക് വന്നു കഴിഞ്ഞ് കാണും, അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു ഓഫർ, ഒരു എനർജി കൂടി കാണുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ദ മജീഷ്യൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ എനർജിയെ മുഴുവനും നിങ്ങളിൽ വന്നിരിക്കുന്നതായിട്ടുള്ള വിഷമത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഒക്കെ ആ എനർജിയെ റിമൂവ് ചെയ്താൽ നിങ്ങളിലേക്ക് ഓഫർ വരുന്നതാണ്. നിങ്ങൾ മജീഷ്യനാണ്. എന്താണോ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരും. സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരും. ഓക്കെ, വന്നു ചേരും. നിങ്ങളിപ്പോൾ വിഷമത്തിലേക്ക് നോക്കി, നിങ്ങൾ സാഹചര്യത്തിലേക്ക് നോക്കി നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷ്യം കാണുവാൻ സാധിക്കില്ല, നിങ്ങൾ കുഴിയിൽ വീഴും. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് പറയുന്നു, നിങ്ങൾ ഈ സാഹചര്യത്തെ വിട്ടുകൊണ്ട്, ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ സാഹചര്യങ്ങളെല്ലാം മറിഞ്ഞു കിടക്കുന്ന ഒരു സമയമായിരിക്കാം, പക്ഷേ നിങ്ങൾ അതിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ നോക്കാതെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കടന്നാൽ, അതിനുവേണ്ടി നിങ്ങൾ അഫർമേഷൻ ചെയ്താൽ, പ്രാർത്ഥിച്ചാൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ള ഒരു എനർജി കാണുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അടുത്തത് ദ വേൾഡിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഒരു റീയൂണിയൻ വന്നിരിക്കുന്നു. എന്തൊക്കെ അവസാനിപ്പിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുവാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഒന്നുകിൽ നിങ്ങളുടെ റിലേഷനെ, നിങ്ങളിൽ നിന്നും ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷനെ അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ പുതുക്കുവാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് കടന്നു പോകാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചതായിട്ടുള്ള ചില കാര്യങ്ങളെ വിട്ടുകളയുവാൻ, അവസാനിപ്പിക്കുവാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഓക്കെ, മറ്റു ചില വ്യക്തികൾക്ക് ഒരിക്കലും ആ ഒരു വിഷമത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാൻ സാധിച്ചിട്ടില്ല. അവരായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായ ഒരു ബൗണ്ടറി അത് പൊട്ടിക്കുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. നിങ്ങളതിന് ശ്രമിക്കുക. നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ബൗണ്ടറി നിങ്ങൾ പൊട്ടിക്കുക. വിഷമത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഒക്കെ ആയിട്ട് നിങ്ങൾ ഡിപ്രഷനായിരിക്കുന്ന ആ ഒരു ബൗണ്ടറി പൊട്ടിച്ചുകൊണ്ട് നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. ഓക്കെ, ഇതുപോലെ നിങ്ങൾ കരഞ്ഞ് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ, ഇവിടെ വീണ്ടും ആവർത്തിച്ചാണ് വന്നിരിക്കുന്നത് 5 ഓഫ് കപ്പ്. അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരും ഇപ്പോഴും സ്റ്റക്ക് സിറ്റുവേഷനിലാണ്. അവർക്ക് ഒരിക്കലും മൂവ് ഓൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ നിങ്ങൾ മൂവ് ഓൺ ചെയ്തില്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മറിഞ്ഞു കിടക്കുന്ന അതിനെ നിങ്ങൾക്ക് മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നതായിട്ടുള്ള ഈ ഒരു പാലത്തിൽ കൂടി കടന്ന് നിങ്ങളുടെ വിശ്വാസത്തിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. പക്ഷേ ഇപ്പോഴും ആ ഒരു വിഷമത്തിൽ ഇരിക്കുന്നത് കാരണം നിങ്ങളുടെ പ്രാർത്ഥന യൂണിവേഴ്സിലേക്ക് എത്തുന്നില്ല എന്നുള്ള ഒരു എനർജി കൂടി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നമ്മൾ സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ സങ്കടത്തിനോടൊപ്പം തന്നെ, സങ്കടം വരുന്നത് എന്താ, നെഗറ്റീവ് കാര്യങ്ങൾ ഓർത്തിട്ടാണ് നമുക്ക് സങ്കടം വരുന്നത്. അപ്പം കരയുന്ന സമയത്ത് ഒരു ലോഡ് സങ്കടങ്ങളാണ് വണ്ടി പിടിച്ച് വരുന്നത്. അപ്പോൾ ആ നെഗറ്റീവ് ഒക്കെയാണ് റിപ്പീറ്റായിട്ട് വീണ്ടും യൂണിവേഴ്സിലേക്ക് പോകുന്നത്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് യൂണിവേഴ്സിലേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം കരയുന്നോ അത്രത്തോളം നെഗറ്റീവ് യൂണിവേഴ്സിലേക്ക് കടന്നു ചെല്ലുന്നു. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന എത്രയൊക്കെ പ്രാർത്ഥിച്ചിരുന്നാലും കേൾക്കാൻ പോകുന്നില്ല. അത് 100-ൽ 110% പറയുന്നു. ഓക്കെ, എന്നാൽ നിങ്ങളത് ആ സിറ്റുവേഷനിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ഡീപ്പ് ബ്രീത്ത് എടുത്ത് ഒന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആവശ്യം എന്താണോ അത് യൂണിവേഴ്സിലേക്ക് പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിജയം ലഭിക്കും. 9 ഓഫ് വാണ്ടാണ്. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യം എന്താണോ അത് നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങൾക്കതിൽ വിജയം, സക്സസ് എന്നുള്ള ഒരു എനർജിയാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ, ഫസ്റ്റ് കാർഡ് തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്, അത് തന്നെയാണ് ഇത്. ഓക്കെ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ് ആയി തീരും. ഓവറോൾ എനർജി ഇതാണ്. ഓക്കെ, താങ്ക് യു. നമുക്ക് നോക്കാം, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം സാധ്യമാകുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നതായിട്ടുള്ള കാര്യം എൻ്റെ വ്യൂസിന് സാധ്യമാകുമോ? ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് സാധ്യമാകും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം. ഉടൻ തന്നെ, വളരെ താമസമില്ല, ഉടൻ തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്താണോ വിചാരിച്ചത് അതിനൊരു ഗ്രോത്ത്, വിജയം ഒക്കെ
നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങൾ എവിടെയെങ്കിലും കടന്നു പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനും ഒരു ഗ്രോത്താണ് വരുന്നത്. അന്യനാട്ടിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് ഒരു ഗ്രോത്ത് വരുന്നു. നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് മാറി മറ്റൊരു സമാധാനം ശാന്തിയുമുള്ള ഒരു സ്ഥലം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇപ്പോൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അതിന് ഒരു മാറ്റം വരുന്നുണ്ട്, ഗ്രോത്ത് വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് സാമ്പത്തികമാണ് അവർ സെലക്ട് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. അല്ല, നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഒരു കോൾ മെസ്സേജ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. അല്ല, നിങ്ങൾ ഏതെങ്കിലും ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള പണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അതും നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിച്ചത്, വീണ്ടും വെയിറ്റിങ്ങിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ മനസ്സിൽ എന്താണോ വെയിറ്റ് ചെയ്തത് ആ വെയിറ്റ് ചെയ്ത കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. സക്സസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ചില 2 കാര്യങ്ങൾക്ക് വേണ്ടി ജഗിൾ ചെയ്ത സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് സക്സസ് ആകാൻ പോകുന്നു എന്നുള്ള എനർജിയാണ് വന്നിരിക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. നമുക്ക് നോക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള സിറ്റുവേഷൻ എന്താണ്. തേർഡ് പാർട്ടി ഉള്ളവർ മാത്രം കാണുക. എല്ലാം ലവ് തേർഡ് പാർട്ടി ആയിരിക്കത്തില്ല. ഫാമിലി തേർഡ് പാർട്ടി ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട് തേർഡ് പാർട്ടി. അപ്പോൾ അതെല്ലാം മനസ്സിൽ വെച്ചിട്ട് വേണം. ജോലി തേർഡ് പാർട്ടി ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് വേണം റീഡിങ് നോക്കാൻ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. അവിടെ ഇപ്പം ചെറുതായിട്ട് ഈഗോ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പം ഭാര്യയും ഭർത്താവും ആണെങ്കിൽ തന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു എനർജിയിൽ കൂടിയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത്. ഓക്കെ, 2ൻ്റെയും ഈഗോ കുറഞ്ഞിട്ടില്ല. അതിനിപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ പാരൻസ് ആണെങ്കിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും അതല്ല സുഹൃത്തുക്കളാണെങ്കിലും ഏതെങ്കിലും ലവ് തേർഡ് പാർട്ടി ആണെങ്കിലും ഇപ്പോൾ ഈഗോ പ്രശ്നത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അവരുടെ ഇടയിൽ ചില വഴക്കുകൾ നടക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 10 ഓഫ് സോഡിൻ്റെ എനർജിയാണ്, ഒരു ചീറ്റിങ്ങിൻ്റെ എനർജിയാണ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. അവരുടെ ഇടയിൽ എന്തൊക്കെയോ ചില വ്യക്തികളെ ചൊല്ലിയിട്ട് അവർ ഭയങ്കര രീതിയിൽ വഴക്കും വിഷമത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഒരാൾക്ക് ചീറ്റിംഗ് ലഭിച്ചിരിക്കുന്നു, സാമ്പത്തിക നഷ്ടം ചില വ്യക്തികൾക്ക് വന്നിരിക്കുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിലേക്ക് മൂന്നാമതൊരാൾ കടന്നു വന്നതിനെ ചൊല്ലി അവിടെ ചീറ്റിംഗ് സംഭവിച്ചിരിക്കുന്നു. അവിടെ കരച്ചിലും ബഹളവും ടെൻഷനുമായിട്ടൊക്കെയാണ് ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കടന്നു പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്ന് നോക്കട്ടെ. റീയൂണിയൻ സാധ്യമാകുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ മനസ്സിൽ ഇപ്പോൾ ഏത് വ്യക്തിയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ വ്യക്തിയുമായിട്ടൊരു റീയൂണിയൻ സാധ്യമാകുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യെസ്, റീയൂണിയൻ സാധ്യമാകുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ ചില കോൺഫ്ലിക്റ്റുകളും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും. പക്ഷേ ഇപ്പോൾ നിങ്ങളെ ഓർക്കുമ്പോൾ തന്നെ ഒരുപാട് ബേർഡൻ ആണ്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കടന്നു വരുന്ന കാര്യത്തെ ഓർക്കുമ്പോൾ ബേർഡൻ ആണ് അനുഭവപ്പെടുന്നത്. എങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആ ഒരു പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് തന്നെ സമാധാനത്തിലേക്ക് നിങ്ങളിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ അടുത്ത സമയത്തായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോയി കോണ്ടാക്ട് ചെയ്യാതിരിക്കുക. ഒരു ചെറിയ വഴക്ക് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എങ്കിൽ കൂടിയും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരും എന്നുള്ളൊരു എനർജി തന്നെയാണ് വന്നിരിക്കുന്നത്. 10 ഓഫ് കപ്പ് നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ എല്ലാമാണ്. നിങ്ങൾ ചിലപ്പോൾ സാമ്പത്തികമായിട്ടായിരിക്കും നിങ്ങൾ അവരെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ഇമോഷണൽ പരമായിട്ടായിരിക്കും സഹായിക്കുന്നത്. നിങ്ങൾ അവരുടെ കൂടെ ഇല്ലെങ്കിൽ അവർക്ക് ഭയങ്കര വിഷമമാണ്. എങ്കിൽ പോലും നിങ്ങളുമായിട്ട് വഴക്കിടാനും ഈഗോ കാണിക്കാനും ഒക്കെ അവർ തയ്യാറാകുന്ന ഒരു എനർജി കൂടിയാണ് കാണുന്നത്. ഓക്കെ, ഇപ്പോൾ റീയൂണിയൻ സാധ്യമാകുന്നുണ്ട്. ഓക്കെ, പെട്ടെന്നില്ല, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് സംഭവിക്കും. ഈ അടുത്ത സമയത്തായി ഒരു ചെറിയ വഴക്കിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ വീട്ടിൽ നിങ്ങൾക്ക് ആരെങ്കിലും ചിന്തിക്കാം, നിങ്ങളുടെ അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെയോ ആരെ വേണമെങ്കിലും ചിന്തിക്കാം. ഓക്കെ, എൻ്റെ വ്യൂവേഴ്സ് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന വീട്ടിലുള്ള വ്യക്തികളുടെ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വീട്ടിലുള്ള വ്യക്തികളുടെ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? 2 കാർഡാണ്. നിങ്ങൾ ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. 2 പേർക്കുമായിട്ട് ഓരോ കാർഡും സെലക്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ വീട്ടിലുള്ള വ്യക്തികളുടെ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ, മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്.
ഓക്കെ, എന്തൊക്കെയോ കാര്യങ്ങളിൽ അവർ ഭയപ്പെടുന്നു. അവർ വലിയ സ്ട്രോങ് ആണെങ്കിലും ചില നെഗറ്റീവ് കാര്യങ്ങളിൽ അവർ പെട്ടെന്ന് തളർന്നു പോകുന്നതായിട്ടുള്ള ഒരു എനർജി കാണുന്നു. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കേട്ടാൽ മതി അവർ പെട്ടെന്ന് ധൈര്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചോർന്നു പോകുന്ന ഒരു എനർജി. ജഡ്ജ്മെൻറ്റിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തോ ചീറ്റിങ്, ചിലപ്പോൾ നിങ്ങളുടെ കാര്യം ഓർത്തിട്ടായിരിക്കാം നീതി ലഭിക്കണമെന്ന് വിചാരിച്ച് രാവും പകലും ഇല്ലാതെ ഒരു പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതായി കാണുന്നു. 7 ഓഫ് സോഡിൻ്റെ എനർജി, ഒരു ചെറിയ ചീറ്റിങ് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവരെടുത്തു ചാടി ചെയ്തു പോയ ചില തെറ്റുകൾക്കോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് അവർ ഒരുപാട് പശ്ചാത്തപിക്കുന്നു. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ സമാധാനം, സന്തോഷം ഏതെങ്കിലും കാരണത്താൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചു വരണമെന്ന് വിചാരിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തിക്ക് സാമ്പത്തികമായിട്ടൊരു അനുഗ്രഹം വന്നു ചേരാൻ പോകുന്നു. ജോലി സംബന്ധമായിട്ടൊരു അനുഗ്രഹം വന്നു ചേരാൻ പോകുന്നു. ഒന്നുകിൽ വന്ന് ചേർന്ന് കാണും. ഇപ്പോൾ ഒരു ചെറിയ ഗ്രോത്തിൻ്റെ സമയമാണ്. സണ്ണിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. ഒരു ഓഫറുകളെല്ലാം വരാൻ പോകുന്നു. ഓക്കെ, 7 ഓഫ് വാണ്ട്, എന്തോ തടസ്സപ്പെടുത്തി വെച്ചിരുന്ന, ചിലപ്പോൾ സാമ്പത്തികമായിരിക്കാം, അല്ലെങ്കിൽ എന്തോ മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ കോണ്ടാക്റ്റ് ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തികൾക്ക് ഇതുവരെയും ബൗണ്ടറി സെറ്റ് ചെയ്ത് മാറ്റി നിർത്തിയിരുന്ന കാര്യങ്ങൾക്ക് സണ്ണ് വന്നിരിക്കുന്നു. സണ്ണ് വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്താണോ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് അവരുടെ ജീവിതത്തിൽ സക്സസ് ആയി തീരും. ഏസ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അവരെന്താണോ പ്ലാൻ ചെയ്തത് അത് വന്നു ചേരുന്നു. 2 ഓഫ് കപ്പിൻ്റെ എനർജി കൂടി വന്നിട്ടുണ്ട്. ഒരു നിറഞ്ഞു കവിയുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു സന്തോഷം, സ്നേഹം അവരിലേക്ക് വന്നു ചേരുന്നു. ജസ്റ്റിസ് ഇവിടെയും വന്നിട്ടുണ്ട്. ഒരു യാത്രയ്ക്ക് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് യാത്രയും വന്നു ചേർന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കാർഡുകാർക്ക് നല്ല രീതിയിൽ പോസിറ്റീവാണ്. അവരിൽ ബ്ലോക്കേജ് വന്നിരുന്നതെല്ലാം അഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണെന്ന്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എൻ്റെ വ്യൂവേഴ്സിന് നൽകുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എൻ്റെ വ്യൂവേഴ്സിന് നൽകുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഒരു കാർഡ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് സെക്കൻഡ് ഒരു കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ പേഴ്സൺ നൽകുന്ന മെസ്സേജ്: എല്ലാ കാര്യങ്ങളും നമുക്ക് ബാലൻസ് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടു കൂടി പോകാം. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ വന്ന കാര്യങ്ങളെല്ലാം വിട്ട് കളഞ്ഞിട്ട് അതെല്ലാം മറന്നു കളയാം. നമുക്കൊരു ഗ്രോത്ത് വേണ്ടേ, നമുക്ക് നല്ലോണം മുന്നോട്ട് പോകണ്ടേ എന്നുള്ള മെസ്സേജൊക്കെ തരുന്നുണ്ട്. താങ്ക് യു യൂണിവേഴ്സ്. നീ എന്ന് പറയുന്നത് എൻ്റെ ഈ ലോകം തന്നെ നീയാണ്, നിന്നെ ചുറ്റിയാണ് എൻ്റെ ഈ ലോകം എന്നുള്ള മെസ്സേജ് കൂടി നിങ്ങളുടെ പേഴ്സൺ തരുന്നുണ്ട്. ഓക്കെ, നല്ല രീതിയിലൊക്കെ നിങ്ങളുമായിട്ടൊക്കെ ഒരു സ്നേഹം തുളുമ്പി വരുന്ന ഒരു എനർജിയാണ് ഇവിടെ. അതുമല്ല ഈ കപ്പിൽ നിന്ന് ഒരു കപ്പിലേക്ക് പകരുന്നതും ഉണ്ട്. ഓക്കെ, നിങ്ങൾ കപ്പ് മാറ്റി കളയരുത്, കപ്പ് അവിടെ തന്നെ വെച്ചേക്കൂ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. രണ്ടാമത്തെ കാർഡ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടുപോയി, നിങ്ങളുടെ സ്നേഹവും എല്ലാം കളഞ്ഞിട്ട് അവരുടെ പാഷൻ്റെ പിറകെ പോയി. അതിൽ അവർക്ക് ഒരുപാട് വിഷമമുണ്ട് എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് പോയത് വളരെ വിഷമമുണ്ട് എന്നുള്ള കാര്യം. നിങ്ങളെ വിഷമിപ്പിക്കുന്നതിൽ അവർക്ക്, നിങ്ങളെ മാനസികമായി തകർക്കുന്നതിൽ അവർക്ക് ഒരുപാട് വിഷമമുണ്ട് എന്നുള്ള എനർജി കൂടി വരുന്നുണ്ട്. അവർക്ക് വീണ്ടും നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ വേണമെന്നുള്ളൊരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളെ വിട്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കളഞ്ഞിട്ട് തിരിച്ച് നിങ്ങളിലേക്ക് വരണം. പക്ഷെ നിങ്ങൾ അതിന് അനുവദിക്കോ ഇല്ലേ എന്നുള്ള സംശയത്തിൽ എവിടെ നിൽക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഇപ്പം നിങ്ങൾ അങ്ങോട്ട് ചെന്നിരുന്നാൽ തന്നെയും അവർ നിങ്ങളുടെ മുകളിൽ തെറ്റുകളെല്ലാം ആരോപിക്കും. നിങ്ങളാണ് കാരണം, അവരെ ഓടാൻ വേണ്ടി കാരണം, നിങ്ങളെ വിട്ടിട്ട് പോകാൻ വേണ്ടി കാരണം നിങ്ങളൊറ്റ ഒരുത്തരാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ വഴക്കിടുന്ന ഇതാണ്. പക്ഷേ അവരൊരിക്കലും ആ തെറ്റൊന്നും അംഗീകരിക്കത്തില്ല. ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ഇതിൽ വന്നിരിക്കുന്ന എല്ലാ പോസിറ്റീവ് എനർജിയും നിങ്ങളിലേക്ക് വന്നു ചേർന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു.
എൻ്റെ ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾ കേട്ടതായ പോസിറ്റീവായ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനായി നിങ്ങൾ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം വിചാരിച്ചുകൊണ്ട് ഈ വൈബ്രേഷൻ സ്വീകരിക്കുക. അതിനുശേഷം യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിലേക്ക് നന്ദി പറഞ്ഞ് അയയ്ക്കുക. ക്രിയ ചെയ്ത് തിരികെ വരാനായി പ്രാർത്ഥിക്കുക. താങ്ക് യു. താങ്ക് യു.